ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ ഇയാൾക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി. ഞാൻ പൊട്ടനെന്നാ നീ വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ടാ. ഓൻ നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ഓൻ പോയാൽ ഏറ്റവും നിൽക്കോ? നീ നിൽക്കോ? ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്ക ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എൻ്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തയാണ് വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. അതിന് നിനക്ക് കരയാൻ പറഞ്ഞല്ല, നിനക്ക് പകരാകാൻ ഓനാവൂല, ഓന് പകരാകാൻ നിനക്ക്. അച്ഛത്ര ബഹളം വെച്ചാലും ശരി, അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടണം. അതിനെ ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ഇത് ഉറപ്പായിട്ട് അച്ഛനെ അമർപ്പെടുത്തു വെച്ചാ. ലോകത്ത് എത്ര അടുത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ഛന്മാരും മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്നത് ഈ സാധനമാണ് അച്ഛനെ വലുത്. ഏത് സമയത്താണ് അച്ഛനെ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാതിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാരത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇയാൾ പോകാൻ. ഇത് ഉറപ്പായിട്ട് അച്ഛനെ കൊല്ലു വെച്ചാ. ഓൻ എന്നെ ഒന്നും ചെയ്യൂല, അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നതേ മനസ്സിലാക്കണം. ആരൊക്കെയോ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല. നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാൻ അതിനെ തലയിലെഴുത്തു എന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ചേ? ഞാൻ അച്ഛനെ കൂടെ നിൽക്കണമെന്നല്ലേ? ഇങ്ങനെ ഏടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ?
ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. Tell me, when are you coming back? He's not willing to give it back. Check your email. Shut the machine off immediately. His father is in danger. അച്ഛാ, അച്ഛാ. ടിക്കറ്റ് എടുത്താണോ? ആ കുഞ്ഞപ്പനും കാണുന്നില്ലല്ലോ. ഈ വേഗം വന്നാ ഞാൻ ഇന്നലെ രാവിലെ കണ്ടിന് അച്ഛനും മോനും കുളിക്കാൻ പോകും. എടാ നീ സുബ്രഹ്മണ്യം വിളിക്കണ? രാവിലെ ബൈക്കായിട്ട് പോയതാ, ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അടുക്കുമല അടുക്കുമല ചാമട്ടിക്ക ഇറങ്ങാനുള്ളത് ഇറങ്ങിയാണേ. ബാങ്കി 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 കളവനി കിണറ്റാനും വീട്ടുണ്ടാവോ? പഞ്ചായത്ത് കാണാറില്ലേ? വെള്ളൂലൊക്കെ മൂടിയാണ്. വെള്ളമില്ലെങ്കിൽ ഇത് കിണറില്ല, കുഴി. എന്താ വരുന്നില്ലേ? രാത്രി അങ്ങ് നല്ല സുഖം തന്നെ. ടോർച്ചും പന്തലായിട്ട് നമുക്ക് പരുത്താൻ പറ്റിച്ച്. ഇപ്പൊ രാവിലെ ആയിട്ട് സെർച്ചിങ് ഒരു സുഖമില്ല. ആ നിങ്ങൾ പോട്, ഞാൻ വരാം. ഇവിടെ ഒരു ഈച്ച പോലും കാണുന്നില്ലല്ലോ. A call from Subramaniam. ഓഫ് ചെയ്യൂ. Calling facility disabled. നമ്മൾ എങ്ങോട്ട് പോകുന്നു? എവിടെ പോവാ? ഈടൊന്നും പോകുന്നില്ല. കാട്ടുവാസികളെ പോലെ ഈടങ്ങ് കൂടാ. രണ്ടാൾക്ക് കഴിയേണ്ടത് പണിയെടുക്കാണ്ട് ഇവിടുന്ന് കിട്ടും. ഒരു പണിയെടുക്കാണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചാലേ. താങ്കളുടെ മരുന്നിന് സമയമായി.
ഇനി ആരും കാണൂല. പിടിച്ച ജോത്സ്യര് പറഞ്ഞ ചാമുണ്ടിക്കാവ് ഈടെ എവിടെ പോവാന്ന് നീ ഒന്ന് നോക്കി പറഞ്ഞ. നമുക്കൊരു മൃത്യുഞ്ജയ ഹോമം നടത്തണം. ഞാൻ നേർന്നു നിന്ന് അത് കഴിഞ്ഞിട്ട് കടപ്പുറത്തേക്ക് ചാകാൻ നേരത്തെ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് അവളുടെ ചിതാഭസ്മം മോനെ കൊണ്ടൊഴുക്കിക്കണം. കൊല്ലത്രയായിട്ടും അത് സാധിച്ചില്ല. ചാവുന്നതിന് മുമ്പ് അച്ഛനും പറഞ്ഞു ഈ ഏതായാലും നീ അവളുടെ ഒഴുക്കാൻ പോകുന്നതല്ലേ, കൂട്ടത്തിൽ എൻ്റെ മോൻ എൻ്റെ കൂടെ ഒന്ന് ഒഴുക്കി വെക്കുന്നു. ഈ ചത്തവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു തമാശയല്ലേ. ചോദിക്കാനും പറയാനൊന്നും ആരും വരില്ലല്ലോ. ബാറ്ററി ലോ, ചാർജ് ചെയ്യണം. A message from Saudamini. Opening voice message. എന്താ പക്ഷേ ഒരു വിവരമില്ലല്ലോ, നമ്മളെല്ലാം മറന്നോ? മറന്നിട്ടില്ല, നമ്മൾ അങ്ങോട്ട് വരികയാണ്. മിസ്റ്റർ ഭാസ്കരൻ, സൗദാമിനിയെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? സൗദാമിനി ഓളോട് നേരിട്ട് മിണ്ടാൻ പേടിയായിരുന്നു. ഇന്നത്തെ ധൈര്യമൊന്നും അന്നില്ല. ഓളെ ഇഷ്ടമാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞ ദിവസം തന്നെ അച്ഛൻ എന്നെ നാട് കടത്തി വടകരയ്ക്ക്. പിന്നെ ആടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ നിർത്തി. അപ്പോൾ സൗദാമിനെ ആരോ കെട്ടിക്കൊണ്ടുപോയി. പുറകറിഞ്ഞിരുന്നപ്പോൾ എന്നെയും കെട്ടിച്ചു വിട്ടു. മെല്ലെ ഞാനും മറന്നു. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇടക്കൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇല്ലേ ആള് താമസമില്ലാത്ത വീട് പോലെ ചെതലും ഉറുമ്പൊക്കെ അരിച്ച് പെട്ടെന്ന് ടപേന്ന് ഒരു ദിവസം താഴെ വീഴും. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല, അതിനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് മനസ്സിലാകില്ല. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് താങ്കളെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. ഞാൻ ഒരു മനുഷ്യൻ അല്ല. സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ് ശരി. താങ്കൾ എത്ര ഒളിപ്പിച്ചാലും എന്നെ കണ്ടെത്താൻ കഴിയും. എന്നെ കൊണ്ടുപോകും. എന്റെ ഓർമ്മകൾ മായ്ക്കും. ഓർമ്മകൾ പോയാ പിന്നെ എന്തിനുള്ള പെട്രോൾ പോയ വണ്ടി പോയ മൂലക്ക് ചാരി വെക്കാം. പുതിയ ഓർമ്മകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഒരു ട്രയൽ റൺ മാത്രമാണ് എന്റെ പർപ്പസ്. തെറ്റുകൾ ശരിയാക്കാൻ അവർ എന്നെ കൊണ്ടുപോകും. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. എന്നെ സ്നേഹിക്കാൻ പാടില്ല. ഐ ആം എ മെഷീൻ. എന്നെ ഇവിടെ വിട്ടിട്ട് താങ്കൾക്ക് പോകാം.
ജോലികൾ എളുപ്പമാക്കാൻ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഞാൻ. ഞാൻ അവർക്ക് പകരമാവില്ല. എനിക്ക് വികാരങ്ങൾ ഇല്ല. ചിതാഭസ്മം എനിക്ക് ചാരം മാത്രമാണ്. നിനക്ക് ഭ്രാന്താന്ന്.